ഹൊസങ്കടിയിലെ പ്ലൈവുഡ് ഫാക്ടറിയിൽ വൻ തീപിടുത്തം. വെള്ളിയാഴ്ച രാത്രി 8 മണിയോടെയാണ് സംഭവം. ജില്ലയിലെ വിവിധ നിലയങ്ങളിൽ നിന്നെത്തിയ 6 യൂണിറ്റ് ഫയർ എഞ്ചിനുകൾ ശനിയാഴ്ച പുലർച്ചെ വരെ പരിശ്രമിച്ചാണ് തീയണച്ചത്. This news sponsored by ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. ഹൊസങ്കടി ബേക്കറി ജംഗ്ഷനിലെ ഫറൂഖ് സോമിൽ പ്ലൈവുഡ് ഫാക്ടറിക്കാണ് തീപിടിച്ചത്. വെള്ളിയാഴ്ച രാത്രി 8 മണിയോടെയാണ് സംഭവം. വിവരമറിഞ്ഞയുടൻ ഉപ്പള ഫയർ സ്റ്റേഷനിൽ നിന്നും 2 യൂണിറ്റ് സേനാംഗങ്ങൾ രക്ഷാപ്രവർത്തനത്തിനായി ഓടിയെത്തി. എന്നാൽ ഇവരുടെ സേവനം തീർത്തും അപര്യാപ്തമായിരുന്നു. ഇതേ തുടർന്ന് കാസർഗോഡ്, കുറ്റിക്കോൽ, കാഞ്ഞങ്ങാട് അഗ്നിരക്ഷാ നിലയങ്ങളിൽ നിന്നും ഓരോ യൂണിറ്റ് ഫയർ എഞ്ചിനെയും സ്ഥലത്തെത്തിച്ചു. ഇങ്ങനെ 6 യൂണിറ്റ് ഫയർ എഞ്ചിനുകൾ ശനിയാഴ്ച പുലർച്ചെ പരിശ്രമിച്ചാണ് തീയണച്ചത്. പിന്നെയും കറുത്തിരുട്ട പുകപടലങ്ങൾ പ്രദേശമാകെ പടർന്നു നിറഞ്ഞത് ആശങ്കയും ആധിയും ഉയർത്തി. ഇന്നലെ രാത്രി ഏകദേശം ഒരു 8 മണിയോടുകൂടിയാണ് ഇവിടെ പ്ലൈവുഡ് ഫാക്ടറി കത്തിയതായി വിവരം കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ഉപ്പളയിൽ നിന്ന് 2 യൂണിറ്റ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, കുറ്റിക്കോല് എന്നിവിടെ നിന്നായി മൊത്തം 6 യൂണിറ്റുകൾ തുടർച്ചയായി പുലർച്ചെ വരെ വർക്ക് ചെയ്തു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമായതെന്നാണ് സംശയിക്കുന്നത്. യന്ത്രങ്ങളും പ്ലൈവുഡ് ഉൽപ്പന്നങ്ങളും കത്തി നശിച്ചതുമൂലം 3 കോടിയോളം രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ഇവിടെ ഈ പ്ലൈവുഡ് ഉണക്കാൻ ഉപയോഗിക്കുന്ന ഒരു റൂമുണ്ട്, ചെറിയ റൂം. ആ റൂമിനകത്ത് ആ ഡ്രൈവറിൽ നിന്നാണ് തീപിടുത്തം ഉണ്ടായതെന്ന് കരുതുന്നു. ആദ്യം തീ കണ്ട ആ ഭാഗത്ത് നിന്നാണ് ജീവനക്കാർ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് പുറത്തേക്ക് വ്യാപിച്ചാണ് ഇത് കെട്ടിടത്തിനടക്കം നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന രീതിയിലേക്ക് തീ പടർന്നു കയറിയത്. എങ്കിലും ആളപായമൊന്നും സംഭവിക്കാത്തതിൽ ആശ്വാസമുണ്ടെന്നും ഫാക്ടറി ഉടമ ഫറൂഖ് പറഞ്ഞു. വിവരമറിഞ്ഞതിന് പിന്നാലെ തന്നെ മഞ്ചേശ്വരം പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ഉപ്പള.